നമ്മളോട് ഇവരൊക്കെ വരുന്നുണ്ട്. ഹലോ ശ്രേയ ഹായ് വിട്. ചേച്ചി ഇപ്പം നമ്മൾ എങ്ങനെയാണ് പോണത്? നമ്മളിവിടെ വെളമാനൂർ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് വൈകിട്ടാണ് നമ്മളിന്ന് പരിപാടി. ഇപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ വെച്ച് എന്തൊക്കെ കറി, ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വൈകിട്ട് നമ്മൾ പാറ കയറാൻ പോവും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. അതാ ഈ ബസ്സിലുള്ള യാത്ര. അച്ചാച്ചനെ കണ്ടിട്ടില്ല നമുക്ക്. ഹലോ അച്ചാച്ചാ. അയ്യോ അച്ചാച്ച ഇവിടെ പോയി. അച്ചാച്ചാ അച്ചാച്ചാ ആ നമ്മളെ വ്ളോഗിലേക്ക് ഒരു ഹായ് കൊടുക്കൂ. അച്ചാച്ചൻ ക്രിസ്മസ് സ്പെഷ്യലാണ് അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ ഏത് അടിത്തട്ടാണ് കൂട്ടാനുള്ളത്? ഹലോ അച്ചാച്ച ഒരു ഹായ് കൊടുക്ക്. നീ നോക്ക് ഇതിനകത്തെ ഹായ് ഹായ് ഇതിനകത്ത്. ഹലോ ഇവരിവിടെ ഇരുന്ന് ഏത് സിനിമയാണ് കാണുന്നത് നിങ്ങൾ? അച്ചാച്ചൻ എന്തിരിക്കുന്നു? അയ്യോ സോറി, അവർ കളങ്കാവലല്ലേ കാണുന്നത്, ഹൃദയപൂർവ്വം. ഇവിടെ അമ്മ നമുക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അമ്മ കാണിച്ചാ ചിക്കൻ കറിയൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. ചെറിയ ചൂടുണ്ട്, നമുക്ക് പിന്നെ കാണാം. വളരെ കറക്റ്റ് ഷേപ്പുകളിലായിട്ടുള്ള ചപ്പാത്തിയാണ് ഇവിടെ ഉരുട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് അച്ചച്ചൻ വാഴയില ഒട്ടിക്കൊണ്ടുവന്നു. നമുക്ക് തിന്നാനാണല്ലേ? ഹൃദയപൂർവ്വ സിനിമ എങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ അഭിനയം എങ്ങനെയുണ്ട്? മോഹൻലാൽ ഇല്ലേ പിന്നെ ഹൃദയപൂർവ്വത്തിൽ? പിന്നെ പരസ്പര ബന്ധമില്ല എന്തൊക്കെ പറയുന്നത്. അതാ കസ്തൂരിയും മോട്ടും അവിടെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഹലോ നിങ്ങൾക്കൊന്നും പറയില്ലേ? സ്പെഷ്യലായിട്ട് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി? ഇത് കാണിക്കട്ടെ, എവിടെ പോണു. വളരെ ഡെലീഷ്യസ് ആയിട്ടുണ്ടല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും തിന്നിരിക്കുകയാണ്. ഇനി നമ്മൾ മലയിലോട്ട് കയറുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി കയറുന്ന സമയത്ത് കാണാം. പിന്നെ മാമ ചിലപ്പോൾ വന്നു പോകും മനുഷ്യന്മാരെയൊക്കെ. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അഡ്വഞ്ചറസ് ട്രിപ്പ്. റോയ് ചേച്ചി നമ്മളിവിടെ ഉണ്ടല്ലേ? ഇവിടെയാണ് ഒരു പാമ്പിന്റെ സ്കിന്ന് കയറാൻ നോക്കിയത്. പൊന്നൂന്റെ കസേരപ്പാറൊക്കെ ഉരുണ്ട് വീണാടേ. അത് ഈ കോര വനങ്ങളിൽ. ഹലോ ഒരായി കൊടുക്കൂ. ചേച്ചിയുടെ ഉടുപ്പ് കൊള്ളാം. വളരെ പെട്ടെന്ന് എല്ലാത്തിനും തിരിഞ്ഞാൻ പറ്റുന്ന ഉടുപ്പാണ് ചേച്ചി ഇട്ടേണ്ടത്. നമ്മളെ നോക്ക് നിക്കറിട്ടിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞൂടെ. പാറപ്പുറത്ത് കയറുന്ന ആരെങ്കിലും കഴിവ് തന്നെ. അച്ചാച്ചനെ ആരി ദേവൂട്ടണ്ണൻ അവിടെ നിക്കാൻ പോയാണോ? നിക്കാൻ പോയ. ഇന്നാളെ അവിടെയാണ് പന്നിയും കുഞ്ഞുങ്ങളും കയറി പോണത്. അയ്യോ എന്റെ എല്ലാം ഇപ്പൊ ഒരഞ്ഞു പോയനായിരുന്നു. അതിന്ന് കിട്ടുന്ന എന്തോ വെച്ചാൽ എന്തോ ചെയ്യാ. കണ്ടോ ഇവിടെ നിന്നുള്ള ആ വ്യൂ നോക്കൂ എല്ലാരും. ചരിഞ്ഞു പോയി. ഇത് കാലത്തിന്റെ എന്തോ കൊണ്ട് സംഭവിച്ചതാണ്. അതെ കാലപ്പഴക്ക. ഇതോ അതാ എന്റെ അമ്മ ഏതോ വഴികൾ ഇവിടെ കയറി പോണു. അവിടെ വഴിയില്ല അമ്മ. അല്ല പാവിക്കുട്ടനെ കാണിച്ചോ? പാവിക്കുട്ടൻ ടെസ്റ്റ് വാർത്തയാണല്ലേ? ഇതിലാണോ? ഞാൻ അമ്മ അതിലേ കയറി പോണു.
അപ്പോൾ കാടില്ലായിരുന്നു. അപ്പോൾ ആരും നടന്ന് പോകണില്ല, വഴി അപ്പുറത്തെ റോഡൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം നമ്മളെ എടുത്തിട്ട് നോക്കിയിട്ട് തരാം. സെറ്റ് തന്നെയല്ലേ. നമ്മൾ വലിയ മലേന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജോലി ചേച്ചി, നമ്മളാണ്ട് ഇതാണ് നമ്മളെ മൗണ്ട് എവറസ്റ്റ്. ഓടി വാ ഇങ്ങോട്ട്. ജോലി ചേച്ചി, ഇത് ഇങ്ങോട്ട് കയറിയോ? ജോലി ചേച്ചി വരുന്നാ? ഓടി ഇങ്ങോട്ട് കയറി വരൂ. അവിടെ ആ വഴി കയറുന്ന ഇത്ര റിസ്ക് ആണ് കേട്ടോ. ഇതിലേ കയറിയോ? വളരെ ഉയരമേറിയ മലനിരകളുടെ മുകളിലാണ്. വളരെ ആഴമുണ്ടല്ലേ? ഭയങ്കര ആഴമില്ലേ? ഇതല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ മല. ഒരു ചേച്ചി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കയറിയിരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് വളരെ ആഴമുണ്ട്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. വലിയ മലകൾ നിരകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഇരട്ടപ്പാറ, റീനാമാമ അവിടെ ഒരു ഇരട്ടപ്പാറ കാണിക്കാൻ പറയുന്നുണ്ട്. ഏതാണ് ഇരട്ടപ്പാറ? ഇതാണ് നമ്മൾ ഇരട്ടപ്പാറ. ഏത് നിലം തിങ്ങുമ്പോ മറ്റേ മഞ്ഞ സാധനം ഇല്ലേ? അവിടെ അപ്പുറത്തുണ്ട്. അപ്പുറത്താണ് നമ്മൾ ഇന്നാള് കുറെ ആ ഗ്രൗണ്ടിലെ സൈഡിൽ കുറെ ഉണ്ട്. ഈ മറ്റേ അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരുടെ വീഡിയോ അല്ല അവരുടെ വീഡിയോ എടുത്തു. ഓ, ഇവിടെ എന്തേലും മറ്റേ വാട്ടർ ടാങ്കിന്റെ പണി നടക്കില്ലേ? അത് കഴിഞ്ഞാ? അയ്യോ, അവിടെ പണിയായി. ആണോ സീന? നല്ല സൗണ്ട്. പരമ്പരാഗത അല്ലെ നമ്മളെ പരമ്പരകളുടെ വീട്, അച്ചാച്ചൻ്റെ ഒക്കെ വീടാണിത് നമ്മുടെ പണ്ടത്തെ അല്ലേ. ഇത് പിച്ചിക്കൊണ്ടുമ്പോഴത്തേക്ക് ക്രിസ്മസ് കഴിയും. പന്നീന്റെ കാൽപ്പാട് ഉണ്ടായിരുന്നു ഇവിടെ അന്ന്. വളരെ റിസ്കി ഏരിയാസ് ആണ് ഇതൊക്കെ. പന്നി കാണും. എനിക്ക് പേടിയാണ് ഇതിലേ പോണത്. പന്നി ഒന്നെന്തരി ഓടാൻ പോലും അവസരം കിട്ടും. എന്ത് എന്തിനൊരു സൗണ്ട്? അവിടെ വഴി ഇല്ലല്ലേ? അതാണ് ഞാൻ പറയാ അമ്മകളെ അയ്യോ, പാവക്കുട്ട പിടിച്ച കമ്പ് ഏതായാലും സൂപ്പർ കമ്പായിരുന്നു. അത് ഒടിഞ്ഞങ്ങ് പോയി. എട് സൂപ്പർ അല്ലേ? ഓ, നല്ല കാച്ച്, നല്ല കാച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതൊരു സൗണ്ട്. ഏമ്പക്കാതാണ്, ഏമ്പക്കത്തിന്റെ ഒരു സൗണ്ട്. എന്തൊരു തിന്ന കൊള്ളാല്ലേ? ഇവിടേക്കാണ് ഒരു തീപ്പൊരി വീണ അന്നത്തെ. അത് അന്ന് കത്തിയ
ഇവിടെ വളരെ കൂറ്റൻ പാറ നിലകൾ നമുക്ക് കാണാം അല്ലേ? ആ പവിക്കുട്ടൻ അത് വളരെ സ്കിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വാവ്, നമ്മൾ വളരെ ഉയരങ്ങളിലേക്ക് എത്തി. ഏത്? ആ ഇവിടെ ഒരു വഴിയുണ്ട്. ആ അമ്മ ഒരു സ്ഥലത്ത് ചെരുപ്പിടത്തില്ല, മുള്ള കൊണ്ടിട്ടങ്ങ് വരും. വളിയനെ വാട്ടാറി സേയിങ് പവിക്കുട്ട. ഗ്രൗണ്ടിന്റെ അവിടെ ചെന്നാലും നല്ല സീനറി കാണാൻ പറ്റൂല്ലേ? അയ്യോ ഇതെന്തേലും ഇവിടെ ഗ്രൗണ്ടാണ് ഇത്? അല്ല ഗ്രൗണ്ട് എത്തിയെന്ന് അറിയാൻ വയ്യത് ഏത് സ്ഥലമെന്നേ. ആ ശരിയാണ്, സെറ്റല്ലേ ഈ ബോച്ച കിടിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ കുഴി കുഴി. ആ വെയില് അന്ന് അത് തോന്നേയില്ല, മൂത്രം ഒഴിച്ചാണോ എന്തോ. ഓതോ അത് കണ്ടാ? അതല്ല അവിടെ കൊണ്ട് അവിടെ നോക്ക്. അവിടെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാൾ കൊണ്ട് അവിടെ കണ്ട. ജംഗിൾ ബുക്കല്ല, അത് ജംഗിൾ ടെസ്റ്റ് ആണ്. ആ ഗ്രൗണ്ട് എത്തി, നമ്മൾ ഗ്രൗണ്ട് എത്താറായി. ആ ഒരുമാതിരി അല്ലേ, ഒരു വല്ലായ്മ. ആ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടാങ്ക് അത് പൊട്ടിയ വെള്ളപ്പൊക്കം വരും. വളരെ കഷ്ടപ്പെട്ട് കാടുകൾ താണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെയാണ് എത്തിയത്? ഇതില് കാറ് വരുമോ? കാറ് വണ്ടി എല്ലാം വരും. നമ്മുടെ ഇവിടെ ഈസി ആയിട്ട് എത്തായിരുന്നു. ഒരു നടങ്ങില്ല. വീരം പോയപ്പോ പിടിച്ചില്ലേ? ഓ അങ്ങോട്ട് നിന്നൊരു വീഡിയോ എടുത്തിട്ട് വരാം. ഇതിനകത്ത് എന്ത് കായാണ് പിടിക്കുന്നത്? ഇതാണ്ട് പച്ചക്കാ പിടിച്ചിരിക്കുന്നത്, മഞ്ഞ സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? അതാ എന്തേരി? അതാ ഒരു ഗ്ലാസ്. എന്ത് പരിപാടിക്കാണെന്ന് അറിയില്ല. ഗ്ലാസ് ഓടെ ഇത് ഫ്രഷ് ആണെന്ന് ഊതോ. അവിടെ നോക്ക്, ഒരു വീട് പോലും എനിക്ക് മനസ്സിലാവും. വീടാണെന്നാ അപ്പച്ചി, അതാണ് എന്റെ നല്ല പൂ. അതിന്റെ മുട്ടിയതാണ് മറ്റേ ചോപ്പ് പാവിക്കുട്ടന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ മരമാണോ ഇത്? പാവിക്കുട്ടന്റെ വീട് ഇവിടെ എവിടെ നിന്നാ കാണാറുന്നല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നു. അതാണ്ട് നമ്മളെ സാധനം. ഇവിടെല്ലാം ചുറ്റിലുണ്ട്, നമുക്ക് അങ്ങോട്ട് ചാടി നമ്മൾ ചാവും. ഞാൻ കാണിച്ചു തരട്ടെ. ആട്ടുംപുഴു അല്ല, ചാട്ടുംപുഴു, ആട്ടാമ്പുഴു. എന്തേരി മുറിഞ്ഞ എല്ലാ സ്ഥലവും ഒന്ന് ചൊറിയുന്നല്ലേ കാലി. ഏയ് ഓ അതൊക്കെ എടുത്ത് ഞാൻ ഇവിടെയൊക്കെ മഞ്ഞ പിടിച്ച പോലെ കിടക്കുന്ന ഉത്തര ദൂരെ മൗണ്ട് എവറസ്റ്റ് കാണാൻ പറ്റിയായിരുന്നു. ഇതൊരു ലവ് വരച്ച് വെച്ചേക്കുന്നു. ആ ലവ് പ്രേമത്തിൽ ഒഴുകി ഒരാൾ ഇവിടെ മിസ്റ്റർ പവി. അത് പന്നി വരച്ച് വെച്ചാണ്. ഇവർ റീനമ്മ കാണുന്നില്ല. അത് അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുന്നത് ആരെയാണ്? ഓ ഇത് കൊള്ളാല്ലേ, ഇവിടെ ഫ്രീ വീഡിയോ. അതാ വളരെ മനോഹരമായ സീനറികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ വാട്ടർ ടാങ്കിൽ അല്ലെ? വാട്ടർ ടാങ്കില് ഇവിടെ നമ്മളെ ഗ്രൗണ്ടാണല്ലേ റീനമ്മ? ഇത് നമ്മളെ പണ്ടത്തെ ഗ്രൗണ്ട് ഇരുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇവര്. നമ്മളിവിടെ ഇത് നമ്മളെ കുളമാണ്. ഇതാണ് റീനാമ്മയുടെ മാവ്. എല്ലാരും നോക്കോ, കുളം വരുന്നല്ലേ. GTA 6 ഫസ്റ്റ് മിഷൻ കേരളം മാത്രം അവിടെ ഇരിക്കുന്നു.
അയ്യോ ഇനി ഇതില് ഇവിടെ നമ്മളെ കുളം അല്ലേ പോയക്കുട്ട, നമ്മളെ മുമ്പത്തെ കുളം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ എന്തൊക്കെ പണിയുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നശിപ്പിച്ച് പ്രകൃതി ടാങ്കിന്റെ വെള്ളമൊന്നും ചുമ്മാതെ. പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ പണിഞ്ഞ് അതിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടാണ്ട് വെള്ളം കിടക്കുന്നുണ്ടാ. വിജനമായ വഴികളിലൂടെ നടന്ന് നീങ്ങുകയാണ്. അയ്യോ ഞാനൊരു പവിക്കുട്ടൻ എന്നെ അടിക്കാൻ പോകുന്നതാണ്. പവിക്കുട്ടൻ 18 വയസ്സായി. ചിങ്ങത്തില് 19. അത് ഷിനോബുവിന് പുലിയെ അതിന്റെ മടയിൽ പോയി വിളിക്കണമെന്നൊരു പോളിസിയാണ് ഇവിടെ. നമ്മൾ പവിക്കുട്ടൻ എന്തോ ഒരു മെഷീൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പവിക്കുട്ടന്റെ പോളിസി പുലിയെ അതിന്റെ മടയിൽ പോയി ട്രഷറാ അതല്ലേ നിധി. ഞാൻ ട്രഷർ ഇവിടെയാണ് പുലി മടയുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ല, പുലിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ സ്ഥിതിക്ക് പുലി മരിച്ചു. വലിയൊരു പുലി മട തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ എന്തായാലും തൽക്കാലം വീഡിയോ എടുക്കുന്ന പുലിക്ക് പ്രൈവസി ഉണ്ട്. സത്യത്തിൽ പുലി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, എല്ലാം പുലി ചെയ്തോളൂ. ഇവിടെയൊക്കെ പോച്ച ചെത്തിയിട്ടേക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ കഴുകും, പക്ഷേ ഇത് കണ്ടിട്ട് മനുഷ്യന്മാർ പറിച്ചാണെന്ന് തോന്നുന്നില്ല. ഇതെല്ലാരും മനുഷ്യന്മാര് ചെത്തി തന്നെടേ. കണ്ട ഇത്രയും ക്ലിയർ ആയിട്ട് ഏതായാലും മനുഷ്യന്മാര് ചെയ്താണല്ലേ. പുലിയെ അതിന്റെ മടയിൽ പോയി വിളിക്കണമെന്നൊരു പോളിസിയാണ് ഇവിടെ. നമ്മൾ പവിക്കുട്ടൻ എന്തോ ഒരു മെഷീൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പവിക്കുട്ടന്റെ പോളിസി പുലിയെ അതിന്റെ മടയിൽ പോയി ട്രഷറാ അതല്ലേ നിധി. ഞാൻ ട്രഷർ ഇവിടെയാണ് പുലി മടയുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ല, പുലിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ സ്ഥിതിക്ക് പുലി മരിച്ചു. വലിയൊരു പുലി മട തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ എന്തായാലും തൽക്കാലം വീഡിയോ എടുക്കുന്ന പുലിക്ക് പ്രൈവസി ഉണ്ട്. സത്യത്തിൽ പുലി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, എല്ലാം പുലി ചെയ്തോളൂ. ഇവിടെയൊക്കെ പോച്ച ചെത്തിയിട്ടേക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ കഴുകും, പക്ഷേ ഇത് കണ്ടിട്ട് മനുഷ്യന്മാർ പറിച്ചാണെന്ന് തോന്നുന്നില്ല. ഇതെല്ലാരും മനുഷ്യന്മാര് ചെത്തി തന്നെടേ. കണ്ട ഇത്രയും ക്ലിയർ ആയിട്ട് ഏതായാലും മനുഷ്യന്മാര് ചെയ്താണല്ലേ. ഭയങ്കര പൊക്കത്തിലാണ് ആ പാറ. അവിടെ കയറുന്നോ? അതിലെ കൂടെ വഴി, ആ വഴി അടച്ചേക്കുന്നത്. ഇവിടം വരെ ചെന്നാൽ കാണാം. എന്തായാലും അവിടെ എന്തരായിരുന്നു പോയി നോക്കിക്കൂടായിരുന്ന. ഈ വഴിയാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ നമ്മൾ പാറ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ എങ്ങനെ വീട്ടിൽ പോകുന്നുള്ളതാണ് അടുത്ത ചോദ്യം. അല്ല വീട്ടിൽ പോണ്ടേ, പിന്നെ വീട്ടിൽ പോകേണ്ടി വരും. എല്ലാ റീനാമാൻ വിഷാദമായി പറയുന്നത്. റീനാമാൻ പറഞ്ഞ് ഇവിടെയൊക്കെ വീടുകളായിരുന്നെന്നാണ്, പക്ഷെ ഇപ്പൊ അതൊക്കെ പൊളിഞ്ഞല്ലേ. പവിക്കുട്ടൻ കളിക്കാൻ വരുന്ന മെയിൻ ഗ്രൗണ്ടാണ് ഇവിടെ. അടുത്ത ഫിഫ വേൾഡ് കപ്പ് ഒക്കെ ഇവിടെ വെച്ചാണ് അല്ലേ? ഫിഫയാണ് വേൾഡ് കപ്പ്, പിന്നെ 2 ഫിഫയും വേൾഡ് കപ്പും. പിന്നെ എന്തിന്
ഫിഫ ഇനി ഈ വർഷം ഫിഫ ഉണ്ട്. അടുത്ത ഫിഫ ഈ വർഷമാണ് 2026. ലാസ്റ്റ് അല്ല, അങ്ങനെ തീരത്തില്ല. ഇനി നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് പറയും. വളരെ നല്ല കാഴ്ചകളായിരുന്നല്ലേ. പാവിക്കുട്ടൻ്റെ ഗൃഹം നമ്മൾ എത്തിയിരിക്കുകയാണ്. പാവിക്കുട്ടൻ്റെ പട്ടി, അതാ അത്ഭുതകരമായ കാഴ്ച. പാവിക്കുട്ടൻ്റെ പട്ടി പാവിക്കുട്ടനെ നോക്കി കുരയ്ക്കുന്നു. ബ്രൂണോ എത്തിക്കുകയാണ്. അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അല്ലേ.